feeling behind my eyes. You stood out 'cause you were in red. Man, against my intentions, I let you turn me violet instead. Summer high, met you in August. New York, back to my cold apartment. Distance sucks, but at least I'm still with you. Whiter skies, middle November. You and I, flights to wherever. I don't mind, as long as it's with you. As long as it's with you. പേര് മഴയായതുകൊണ്ട് നമുക്കൊരു രക്ഷയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഒരിടത്ത് നിർത്തി കോട്ടൊക്കെ ഇട്ടിട്ട് പോകാൻ വരും. അപ്പോൾ നമ്മൾ ഇല്ലിക്കല്ല് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ മഴ കാരണം ഒരു രക്ഷയില്ല. അനിയൻ്റെ കൂട്ടുകാരനാണ് നീളത്തിലും മൂഞ്ചി അവന്മാർ മുമ്പിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകാൻ ഒരുപാട് പോകാനുണ്ട്. ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ് റോഡിലേക്ക് നമ്മളിന്ന് പോകുന്നത്. The festival that we met at, where you were just a face in a crowd, and now I can't imagine me with anybody else. As we close out the night underneath the lilac sky, summer high, met you in August. We were back to my apartment. Distance sucks, but at least it's still with you. മേളിലേക്കൊക്കെ നല്ല മഴയാ. നമ്മളീ എടാ കിച്ചുവേ, നീ അത് കൈ പിടിച്ചാ മതി. ഫ്രണ്ട് വിട്ടോ. ഹായ് ഹലോ, ഇറ്റ്സ് മീ അക്ഷയ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഇന്ന് ഇല്ലിക്കലിലേക്ക് വരുന്നത് ഗോപി, പിന്നെ എൻ്റെ അനിയൻ അജയ്, പിന്നെ അവൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവാണ്. ഞങ്ങൾ 4 പേരും കൂടെയാണ് ഇന്ന് ഇല്ലിക്കലിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് മേളിലേക്ക് പോകാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഏകദേശം ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ് റോഡിലുള്ള പാതി വഴിയോളം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കൊരു കുറച്ച് ബ്രേക്ക് എടുക്കാനായിട്ട് നിന്നതാണ്. ഇവിടെ നിന്നപ്പോഴാണ് ഇത്രയും നല്ല മനോഹരമായൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയിരുന്നത്. ആദ്യമേ ഞങ്ങൾ ഫ്രണ്ടിൽ കുറച്ച് കോടയൊക്കെ കണ്ടപ്പം മഴ കുറച്ച് ലേശം കുറഞ്ഞുകൊണ്ട് ആ ടൈമിൽ വണ്ടി ഒന്ന് നിർത്തിയതാണ്. അങ്ങനെയാണ് ഈ വ്യൂ നമുക്ക് കിട്ടിയത്. അങ്ങനെ
ഗൈസ് നമ്മൾ കുറച്ചധികം നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ കോട്ടൊക്കെ മടക്കി വെച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിൽ ആയിരുന്നു. അതിനുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെന്തായാലും വണ്ടി നിർത്തിയ സ്ഥലം ഒട്ടും മോശമല്ലായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ വണ്ടി നിർത്തിയത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് വണ്ടി എടുത്തു പോകാൻ തുടങ്ങി. സൈഡിലൂടെ റബ്ബർ തോട്ടങ്ങളും ഒക്കെ ആയിരുന്നു നമ്മുടെ രണ്ട് സൈഡിലോട്ട് വന്നിരുന്നത്. മേൽ സൈഡിൽ റബ്ബറൊക്കെ വെട്ടിയ ഒരു ഏരിയയും താഴേക്ക് നല്ല റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാസേജ് ആയിരുന്നു ആ വഴി. ഇല്ലിക്കക്കലിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോകുന്നത്ര മോശമായ റോഡുകളൊന്നും ഞാൻ ഇവിടെ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡുകൾ തന്നെയായിരുന്നു ബാക്ക് സൈഡിൽ കൂടെ പോകുന്ന വഴികളെല്ലാം തന്നെ. കൂടുതലും പുതിയതായിട്ട് ടാറിട്ട വഴികൾ പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയിട്ട് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വെക്കണേ, അത് മറക്കരുതേ. നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര മുന്നോട്ടേക്ക് പോയി. ഏകദേശം ഒരു പാതിയോട് നമ്മൾ വഴി എത്തിയായിരുന്നു, ഇല്ലിക്കക്കലിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള വഴി. പിന്നെ ഗൈസ്, നമ്മൾ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന എല്ലായിടത്തോടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ കിട്ടുമായിരുന്നു കേട്ടോ. ഓരോ സ്ഥലങ്ങളും അതിമനോഹരം തന്നെയായിരുന്നു ഈ വഴിയിലൂടെ പോകുമ്പം. ഓരോ മലനിരകളുടെ ഒരു പാറ്റേൺസ് എല്ലാം ഭയങ്കര ഒരു രസകരമായിരുന്നു നമ്മുടെ ഈ വഴി എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് പോയി ഏകദേശം നമ്മുടെ ഇല്ലിക്കക്കലിൻ്റെ താഴത്തോളം എത്താറായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്റർ അടുത്തെങ്ങാണ്ട് ഇനി നമുക്ക് പോകാനുള്ളായിരുന്നു മേളിലേക്ക്. അവിടെ എത്താൻ തുടങ്ങിയപ്പോഴത്തേനും മഞ്ഞ് പതുക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്തോറും മഞ്ഞ് കൂടി വരാനായിട്ട് തുടങ്ങി. മുന്നോട്ട് പോകുന്തോറും മഞ്ഞ് കൂടി വരാൻ തുടങ്ങി. റോഡുകളൊക്കെ പതുക്കെ വിസിബിലിറ്റി കുറഞ്ഞ് വന്നു തുടങ്ങി. അടുത്തുള്ള സാധനങ്ങൾ പോലും കാണത്തില്ലാത്ത രീതിയിലുള്ള മഞ്ഞ് ഇനി മുന്നോട്ട് പോകുന്തോറും വരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പിന്നിലേക്ക് നോക്കുന്തോറും നമ്മൾ ആ പോകുന്ന പാത നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായിരുന്നു ഉള്ളതെന്ന് പോലും കാണത്തില്ലാത്ത രീതിയിലുള്ള മഞ്ഞ് ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടായിരുന്നു. ഇതിൻ്റെ മേളിലുള്ള ഒരു വീടാണിത്. ഈ ടോപ്പിലും ഇവിടെ വീടൊക്കെ ഉണ്ട്. ഞങ്ങൾ ആകെ കൂടെ കണ്ട കുറച്ച് വീടുകൾ അവിടെ കണ്ടിട്ടുള്ളൂ. അതിലൊരു വീടായിരുന്നു ആ കാണുന്നത്. ഇവിടെ ഈ ഭാഗം കണ്ടോ, നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ആൾക്കാർ അധികം അങ്ങനെ നിൽക്കലൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളാരെ അവിടെ നിന്ന് കണ്ടില്ല. ഞങ്ങളെന്തായാലും അവിടെ ഒന്ന് വണ്ടി നിർത്തി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ തന്നെ കരുതി. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നിലേക്ക് എന്ന് ഒരു വണ്ടി ഒതുക്കാൻ പറ്റിയ ഒരു സ്ഥലം എത്താറായപ്പോഴത്തേനും അവിടെ പതുക്കെ വണ്ടി എല്ലാം വെച്ച് നമ്മൾ അവിടെ കുറച്ച് നേരം ഒന്ന് നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത്. താഴെ നിന്നും മഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് പറന്നു പോകുന്ന ഒരു കാഴ്ച. അത് അതിമനോഹരം തന്നെയായിരുന്നു. നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടു, അവിടെ എങ്ങും നമുക്ക് കാണത്തില്ലാത്ത രീതിയിൽ മഞ്ഞ് കയറി തുടങ്ങിയായിരുന്നു. പിന്നെ അങ്ങ് ദൂരെ ഇളം വെയിൽ ഉള്ള ഒരു പ്രത്യേകതര കാഴ്ചയായിരുന്നു അവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങ് മലനിരകൾക്ക് അപ്പുറമൊക്കെ ആയിട്ട് വെയിൽ ചെറുതായിട്ട് ഉദിച്ചിട്ട് ഒരു നീല ആകാശം നമുക്ക് ദൃശ്യമാകുമായിരുന്നു. ഇപ്പുറം എന്നാൽ നല്ല കൊടും മഞ്ഞ് മേഘം മൂടിക്കിടക്കുന്ന പോലെയുള്ള ഒരു ഫീലിങ്. അത് നല്ല തണുപ്പുണ്ടായിരുന്നു. ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുത്തിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കോട്ട് ജാക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ. മഴക്കാലത്താണ് പോകുന്നതെങ്കിൽ നമ്മൾ കോട്ട് ജാക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതാവും കുറച്ചുകൂടി നല്ലത്. ഈ ഒരു സ്ഥലം കണ്ടോ, ആ ഒരു ഏരിയ ഒരു പ്രത്യേകം ആയിട്ട് തിരഞ്ഞെടുത്ത് വെച്ചേക്കുന്നത് പോലെ നമുക്ക് തോന്നി. കാരണം അവിടെ ഒരു പുൽനിര പോലെയുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. നമ്മൾ അവിടുന്ന് വീണ്ടും ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
വഴി കണ്ടോ, നമുക്ക് മുന്നിലുള്ള ആ വണ്ടി വന്നപ്പോൾ പോലും നമുക്ക് കാണത്തില്ലാത്ത രീതിയിൽ കോട ഇറങ്ങിയായിരുന്നു അവിടെ. നല്ല രീതിക്ക് മഞ്ഞ് കയറി, നല്ല തണുപ്പുണ്ട്. നമ്മളത് ഭാവത്തിലൊന്നും കാണിക്കാതെ വണ്ടി ഓടിച്ച് പോകണമെന്നേ ഉള്ളൂ. നല്ല രീതിക്ക് നമുക്ക് നല്ല തണുപ്പ് അവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വീണ്ടും കുറച്ച് മുന്നോട്ട് വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി, നമുക്ക് വഴി തെറ്റിയോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഒന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പം മേളിൽ നിന്ന് വണ്ടികൾ വരുന്ന കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി മേളിലേക്ക് ഇനിയും പോകാനുണ്ട്, സ്ഥലം എത്തിയിട്ടില്ല എന്ന്. ഈ വഴി കണ്ടോ, നമുക്ക് താഴെയുള്ള ഒന്നും കാണത്തില്ല, അതുപോലെ കോട ഇറങ്ങിയിട്ടുണ്ട്. ചുറ്റിനും നല്ല തണുപ്പുണ്ട്, കോട നല്ല രീതിക്ക് ഇറങ്ങിയിട്ട് മേലിൽ നിന്നുള്ള വണ്ടികൾ നമുക്ക് അത്ര കാണത്തില്ലായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതുവരെയാണ് നമുക്ക് വണ്ടി കൊണ്ടുവരാനുള്ള സൗകര്യമുള്ളൂ. ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും തന്നെ ഇവിടെ പ്രവർത്തിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ പോകുന്ന ടൈമിൽ ഈ കാണുന്ന ഏരിയയിലേക്കാണ് നമുക്കിനി കയറി പോകാനുള്ളത്. അത് നമ്മൾ വരും വീഡിയോയിൽ കിട്ടുന്നതാണ്. കുറച്ച് നേരം അവിടെ നിന്നു, ചായയൊക്കെ കുടിച്ചു. എൻ്റെ പോണെ ടാസ്ക് പിടിച്ച വഴി എന്ന് പറഞ്ഞ് നല്ല രീതിക്ക് ടാസ്ക് ഒന്നും കൂടി കയറി പോകുന്നത്. വഴികളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല പണിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. എല്ലാവരും സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ.